നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മണ്ഡലകാല ആരംഭമാണ്. അപ്പോൾ മണ്ഡലകാലം മുഴുവനും കഥകൾ ഓരോന്നായിട്ട് അനുസ്മരിക്കണം എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കേൾക്കാൻ ആഗ്രഹിക്കുന്ന കഥകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഓരോ ദിവസവും ഓരോ കഥയായിട്ട് വരാൻ സാധിക്കട്ടെ. ശ്രീ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നമുക്കിതിങ്ങനെ തുടർന്ന് പോകാൻ സാധിക്കും. ഇന്നത്തെ കഥ എന്ന് പറയുന്നത്, ഇന്ന് ഇപ്പോൾ മണ്ഡല ആരംഭമാണല്ലോ, അപ്പോൾ അയ്യപ്പസ്വാമിയുടെ കഥയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കാൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു കഥയും കൊണ്ട് വന്നിരിക്കുന്നത്. ഈ കഥ ആചാര്യൻ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, സപ്താഹവേദികളിൽ നിന്ന് കേട്ടതാണ്, അങ്ങനെയാണ് ഞാൻ പറയുന്നത്. പതിവ് പോലെ ഞാൻ പറയുന്നതിലുള്ള എല്ലാ കുറവുകളും നിങ്ങൾ ഓരോരുത്തരും ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒരിക്കൽ കൈലാസത്തിൽ വെച്ചിട്ട് മഹാദേവൻ പാർവതി ദേവിയോട് പറഞ്ഞു അത്രേ, എനിക്ക് മഹാവിഷ്ണുവിനെ കാണാൻ പോയാൽ കൊള്ളാമെന്നുണ്ട്, എന്തിനാണെങ്കിൽ എനിക്ക് ആ മോഹിനി രൂപം കാണുകയുണ്ടായില്ല എന്ന് പറഞ്ഞു. മോഹിനി രൂപത്തിൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. കുർമാവതാര സമയത്ത് അമൃത കടഞ്ഞെടുത്ത ആ പാലാഴി മഥനത്തിൻ്റെ സമയത്ത് വന്ന അമൃത ദേവന്മാർക്ക് വേണ്ടി കടഞ്ഞെടുത്ത അമൃത അസുരന്മാരാൽ അപഹരിക്കപ്പെടുകയും അത് തിരിച്ചു വാങ്ങാൻ മോഹിനി രൂപം പോണ്ട ഭഗവാന്റെ കഥയൊക്കെ നമുക്കറിയില്ലേ. അപ്പോൾ ആ മോഹിനി രൂപം എനിക്ക് കാണാൻ തരായില്ല എന്നും ഒരുപാട് പേര് മോഹിനി രൂപത്തിനെ കുറിച്ച് വർണ്ണിച്ചപ്പോൾ എനിക്കൊന്ന് കാണണം എന്ന് നല്ല മോഹം ഉണ്ടെന്ന് പറഞ്ഞു. പാർവതി ദേവി പറഞ്ഞു, അതിനിപ്പോൾ എന്താ, നമുക്ക് അവിടം വരെ ഒന്ന് പോവുകയല്ലേ വേണ്ടൂന്ന്. അങ്ങനെ ശിവപാർവതിമാരെ കൈലാസത്തിൽ നിന്ന് വൈകുണ്ഠത്തിലേക്ക് പോവുകയുണ്ടായിട്ടോ. അവിടെ എത്തി കുശലാന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞ് ഭഗവാനോട് മഹാദേവൻ പറയുകയാണ്, എല്ലാവരാലും വർണ്ണിക്കപ്പെട്ടു അങ്ങയുടെ ആ ഒരു മോഹിനി രൂപം, എനിക്കും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ മഹാവിഷ്ണു അദ്ദേഹം ചോദിച്ചു അത്രേ, അത് വേണോ എന്ന്. അപ്പോൾ അതെന്താ അങ്ങനെ പറയണേന്ന് ചോദിച്ചപ്പോൾ, അല്ല, മോഹിനിയാണ്, സ്ത്രീ രൂപമാണ്, മോഹിപ്പിക്കുന്നൊക്കെയാണ് എല്ലാവരും പറയണേന്ന് പറഞ്ഞപ്പോൾ, അങ്ങെന്താ ഇങ്ങനെ പറയണത്, എന്നെ അറിയില്ലേ, ഞാൻ ആരാണ്, ഞാൻ മഹാദേവനല്ലേ, എനിക്ക് അങ്ങനെ ഒരു മനസ്സിന് ചാഞ്ചല്യം സംഭവിക്കുന്ന ആളാണ് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? പോരാത്തതിന് എൻ്റെ കൂടെ പാർവതിയുമുണ്ടല്ലോ, അതുകൊണ്ട് അതൊന്നും ഒരു വിരോധവും ആവില്ല, മാത്രമല്ല എനിക്കറിയാലോ ഇതിപ്പോൾ അങ്ങാണ് വരണത് എന്ന്, അതുകൊണ്ട് അങ്ങയുടെ ആ രൂപം കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കണേന്ന് പറഞ്ഞു. എന്നാ വിരോധമില്ല, അത് ഇത്തിരി സമയമൊക്കെ എടുക്കും കേട്ടോ. കാരണം സ്ത്രീകളുടെ പോലെ സ്ത്രീകൾക്ക് തന്നെ വേഷം കെട്ടാൻ അനവധി സമയം വേണം. സ്ത്രീകളുടെ പോലെ വേഷം കെട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഏറെ സമയം വേണം എന്നാണല്ലോ പറയാറുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇത്തിരി സമയമൊക്കെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് പോയി. മഹാദേവൻ അവിടെ തന്നെ ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അടുത്തുള്ള ആ വൈകുണ്ഠത്തിലെ ഉദ്യാനത്തിൽ ഒരു മനോഹരിയായിട്ടുള്ള സ്ത്രീ വന്ന് പന്ത് തട്ടിക്കളിക്കുന്നത് കാണാനിടയായി ഇത്രേ. ഈ പന്ത് ഇങ്ങനെ അങ്ങോട്ട് തട്ടുന്നു ഇങ്ങോട്ട് തട്ടുന്നു. ഇത് കണ്ടപ്പോൾ മഹാദേവനെ വലിയ കൗതുകം തോന്നി. അദ്ദേഹം അടുത്തേക്ക് ചെന്നു. തരക്കേടില്ല, നല്ല സ്ത്രീ രൂപം തന്നെയാണ് കേട്ടോ, വളരെ മനോഹരിയാണല്ലോ എന്ന് തോന്നി ഒരു നിമിഷം അദ്ദേഹത്തിന്. അദ്ദേഹം ആ പന്ത് അങ്ങോട്ട് കൈക്കലാക്കി, എന്നിട്ട് പതുക്കെ അങ്ങോട്ട് തന്നെ തിരിച്ചിട്ട് കൊടുത്തു. ഇങ്ങനെ പന്തടിക്കുന്ന മോഹിനി രൂപം, മോഹിനിയും അതുപോലെ തന്നെ മഹാദേവനും കൂടിയിട്ട് പന്തടിച്ചൊരു കുറച്ച് നേരം കളിക്കുകയുണ്ടായി. അതിനുശേഷം ഈ മോഹിനി, ഈ കളി ഇതെന്താപ്പത്, എനിക്കൊരു പരിചയമില്ലാത്ത ഒരാളാണല്ലോ വന്നിരിക്കണേന്നൊക്കെയുള്ള ഭാവത്തിൽ അവിടെ നിന്ന് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. മഹാദേവനും പുറകെ നടക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ മോഹിനിയുടെ ആ ഒരു സ്പീഡൊക്കെ ഇത്തിരി കൂടാൻ തുടങ്ങി ഇത്രേ. അങ്ങനെ മഹാദേവനും സ്പീഡ് കുറച്ച് കൂട്ടി. 14 ലോകങ്ങളാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഓടി തീർത്തത് എന്നാണ് കഥ. ഓരോ തവണയും ഓടി മഹാദേവൻ തൊട്ടടുത്തെത്തുമ്പോൾ ആ മോഹിനിയെ ഗാഠഗാഠം ആലിംഗനം ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്ന് വെടിവെച്ചുകൊണ്ട് മോഹിനി വീണ്ടും കുറേ ദൂരം ഓടാൻ തുടങ്ങി. വീണ്ടും മഹാദേവൻ ആലിംഗനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വബോധം ഉണ്ടായിന്നും അദ്ദേഹം ഉറക്കെ, എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലോ, ഒരു സ്ത്രീയുടെ പുറകെ ഞാൻ ഓടിയല്ലോ എന്നുള്ള ആ ഒരു മനോവ്യാധി അദ്ദേഹത്തിനെ വല്ലാതെ കഷ്ടപ്പെടുത്തിയെന്നും അദ്ദേഹം വല്ലാതെ വിഷമിച്ചു എന്നും ഇത് കണ്ട മാത്രയിൽ അദ്ദേഹത്തിനെ ഒന്നുകൂടി ഗാഠ ആലിംഗനം ചെയ്തുകൊണ്ട് ആ നമ്മുടെ മഹാപ്രഭു പറഞ്ഞു അത്രേ, അങ്ങ്
ഒട്ടും വിഷമിക്കേണ്ട, അങ്ങ് ആലിംഗനം ചെയ്തത് എന്നെ തന്നെയല്ലേ. അങ്ങേക്ക് ഇതുകൊണ്ട് അങ്ങയുടെ ബ്രഹ്മചര്യ വ്രതമൊന്നും നഷ്ടപ്പെടാൻ ആവില്ല. ഒരിക്കലും ഒരു ദോഷവും അങ്ങേക്ക് സംഭവിക്കില്ല. അങ്ങ് വിശ്വസിക്കണം എന്നാണ് ഈ മഹാദേവനോട് പറഞ്ഞത്. മഹാദേവന് ഒട്ടും വിശ്വാസമില്ല. അദ്ദേഹം പിന്നെയും, അല്ല, ഞാൻ അങ്ങേ അല്ലല്ലോ, ഞാനിവിടെ നിന്നിരുന്ന ഒരു സ്ത്രീ രൂപത്തിനെയല്ലേ ഇത്ര നേരം ഗാഢ ആലിംഗനം ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ, അങ്ങയുടെ ശരീരത്തിലേക്ക് നോക്കൂ, അതിനുശേഷം അങ്ങ് എൻ്റെ ശരീരത്തിലേക്ക് നോക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കുമ്പോൾ ആ മഹാദേവൻ്റെ ആ കർപ്പൂര നിറമുള്ള മഹാദേവൻ്റെ ദേഹം മുഴുവനും ഭസ്മധാരിയാണ് അദ്ദേഹം. ഭസ്മത്തിന് പകരമായിട്ട് അവിടെയായിട്ട് കളഭമാണ് കാണാനുള്ളത്. എന്നാൽ നമ്മുടെ മഹാപ്രഭുവിൻ്റെ ദേഹത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് സാധാരണ കാണുന്ന കളഭത്തിനേക്കാൾ ഏറെ ആയിട്ട് കാണുന്നത് ഭസ്മമാണ്. അതോടുകൂടി അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ മറ്റാരെയുമല്ല ഇത്ര നേരം ഗാഢ ആലിംഗനം ചെയ്തത്, ഇത് നമ്മുടെ മഹാപ്രഭുവിനെ തന്നെയാണ് എന്ന്. അതോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഇത്ര നേരം ഞാൻ അങ്ങേ ആലിംഗനം ചെയ്തത് ഇത് അങ്ങാണ് എന്നറിഞ്ഞുകൊണ്ടല്ല, ഇനി എനിക്കിത് മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് അങ്ങേ ഒന്ന് ആലിംഗനം ചെയ്താൽ കൊള്ളാം എന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഗാഢ ആലിംഗനം ചെയ്തു. അവിടെയാണ് ആ ശങ്കരനാരായണ സംഗമം, ശങ്കരനാരായണ മൂർത്തിയായിട്ട് ശങ്കരനും നാരായണനും കൂടി ഒരുമിച്ചുള്ള ആ മൂർത്തി സ്വരൂപം നമുക്ക് എല്ലാവർക്കും ആചാര്യൻ വരച്ച് കാണിച്ചു തരുന്നത്. അതിനുശേഷം ആ മോഹിനിയിൽ നിന്നാണ് നമ്മുടെ അയ്യപ്പസ്വാമി ഉണ്ടായത് എന്ന് കൂടി പറയാറുണ്ട് കേട്ടോ. ഈ മോഹിനി രൂപത്തിൽ നിന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു അവതാരം ഉണ്ടായത് എന്നാണെങ്കിൽ, മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും സർവ്വവിധ ആ എനർജിയും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ അയ്യപ്പസ്വാമി ഉണ്ടായിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു അവതാരം എന്ന് ചോദിച്ചാൽ, ആ മാതൃവാത്സല്യം, അമ്മയുടെ മനസ്സ് അതെങ്ങനെയാണെന്ന് മഹാപ്രഭുവിന് ഉൾക്കൊള്ളാൻ വേണ്ടി, അല്ലെങ്കിൽ അറിയാൻ, കുറച്ചുകൂടി മനസ്സിലാക്കാൻ എല്ലാവരും ഈ മാതൃവാത്സല്യത്തിനെ കുറിച്ച് അനേകം കഥകൾ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. അതേമാതിരി ഭഗവാനോടും എല്ലാവരും ഒരമ്മയുടെ മനസ്സാണ് അങ്ങേക്ക്, കാരുണ്യ പാൽക്കടലാണങ്ങ് എന്നൊക്കെ വാഴ്ത്തി പാടുമ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഈ അമ്മയുടെ മനസ്സിന് ഇത്രയൊക്കെ പ്രത്യേകതയുണ്ടോ, ഉണ്ടെങ്കിൽ അതൊന്നറിയന്നെ വേണ്ടേ എന്നാണ് ആചാര്യന്മാർ അനുസ്മരിക്കാറുള്ളത്. അങ്ങനെ അമ്മ മനസ്സറിയാൻ വേണ്ടിയിട്ടാണത്രേ ഇങ്ങനെയൊരു ജന്മം കൊടുക്കുകയുണ്ടായത്. എന്തായാലും അതുകൊണ്ട് നമുക്ക് തന്നെയാണ് ഇന്നും ഗുണം. ആ കലിയുഗ വരദനായിട്ട്, ആ കലികാലത്തെ ഏറ്റവും പ്രധാന ഈശ്വരനായിട്ട് ഇന്നും നമ്മൾ ആചരിച്ചു പോരുന്ന, അല്ലെങ്കിൽ അനുഗ്രഹം തേടി ചെല്ലുന്ന അയ്യപ്പസ്വാമിയുടെ കഥ ഇവിടെയാണ് തുടങ്ങുന്നത്. ഇങ്ങനെ നമ്മുടെ അയ്യപ്പസ്വാമി നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ മണ്ഡലകാലത്തെ 41 ദിവസത്തെ നാമം ജപത്തിന് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഈ 41 ദിവസത്തെ നാമം ജപവും നമുക്ക് വളരെ ഭംഗിയായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കാൻ സാധിക്കട്ടെ. അതിന് അയ്യപ്പസ്വാമി അനുഗ്രഹിക്കട്ടെ, മഹാദേവൻ അനുഗ്രഹിക്കട്ടെ, ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നത്. കഥ ഇവിടെ അവസാനിച്ചെങ്കിലും നമ്മുടെ നാമജപത്തിനെ കുറിച്ച് ഒന്നും കൂടെ പറയുകയാണ്. നമ്മൾ ഈ 41 ദിവസം കൊണ്ട് 10 കോടി നാമമാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നാരായണ നാമമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ജപിച്ചെത്തിക്കണം എന്ന്. എന്തുകൊണ്ടാണ് നാരായണനാമം എന്ന് ചോദിച്ചാൽ, ഏത് തരത്തിലുള്ള അശുദ്ധി സംഭവിച്ചിരിക്കുന്ന സമയമാണെങ്കിലും നമുക്ക് നാരായണനാമം ചൊല്ലുന്നതിന് ഒരശുദ്ധിയും ബാധകമല്ല. നാരായണ 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 ഇങ്ങനെ മാത്രം ജപിച്ചാൽ മതി. നമ്മൾ ഈ നാരായണനാമം ജപിക്കുന്നതിന് ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ ഒരു പ്രത്യേക സമയം കണ്ടെത്തി ആ ഒരു സമയത്ത് വല്ല സൂം മീറ്റിങ്ങിലും ആണോ ഇത് വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാവുന്ന സമയത്ത് നാരായണനാമം ജപിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. നാരായണ നാരായണ എന്ന് ജപിക്കുക. ജപിക്കുമ്പോൾ ആ ജപിച്ച സംഖ്യ എത്ര ജപിക്കാൻ സാധിച്ചു എന്നൊന്ന് കൗണ്ട് ചെയ്തതിന് ശേഷം ഈ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക.
ഇന്ന് 5 മണിക്കാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നാളെ രാവിലെ 10 മണി വരെയാണ് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഉണ്ടായിരിക്കുക. അതിനുള്ളിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക എത്ര നാമം ജപിച്ചു എന്ന്. ഇനി ആരെങ്കിലും 10 മണിക്ക് ശേഷമാണ് ഈ ഒരു കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, കമൻറ്റ് ബോക്സ് ഓഫ് ആയെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട. നിങ്ങൾ അടുത്ത ദിവസത്തെ നാമവും കൂടി ചേർത്ത് അടുത്ത ദിവസം കമൻറ്റ് ചെയ്താൽ മതി. എന്നാൽ ഒരു തവണ കമൻറ്റ് ചെയ്ത സംഖ്യ വീണ്ടും വീണ്ടും കമൻറ്റ് ചെയ്യേണ്ട കേട്ടോ. അതായത് ഒരേ സംഖ്യ നാമം ജപിച്ചാൽ കമൻറ്റ് ചെയ്യാം, അതല്ലാതെ ഒരിക്കൽ കൗണ്ട് ചെയ്തത് വീണ്ടും നിങ്ങൾ എഴുതണ്ടെന്നർത്ഥം. അതായത് ഇന്ന് നിങ്ങൾ 1000 നാമം ജപിച്ചു, നാളെ നിങ്ങൾ 1000 ആണ് ജപിച്ചെങ്കിൽ നാളെയും 1000 എന്നാണ് എഴുതേണ്ടത്, അല്ലാതെ ഇന്നത്തെയും നാളത്തെയും കൂടെ ചേർത്ത് 2000 എന്ന് എഴുതരുത് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഓരോ ദിവസത്തെയും നാമം ജപം കൗണ്ട് ചെയ്തിട്ട് പിറ്റേ ദിവസത്തെ വീഡിയോയിൽ നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ നമുക്ക് 41 ദിവസം കൊണ്ട് 10 കോടി നാമത്തിലേക്ക് എത്തിക്കാൻ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കഥ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നൊരു കഥ സെലക്ട് ചെയ്ത് പറയാനും കൂടെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിർത്തുന്നത്. നന്ദി.